ഗുഡ് മോർണിംഗ്, വെൽക്കം ടു മൈ ന്യൂ വ്ലോഗ്. എൻ്റെ പൊന്നേ പെരും മഴയായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഇങ്ങനെ മഴയൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് വൈബ് കൊണ്ടിരിക്കുകയാണ്. എൻ്റെ കൂടെ ഒരാളും കൂടെ ഉണ്ട്, എൻ്റെ പെറ്റ്. അവൾ സൈഡിൽ കിടന്ന് ഉറങ്ങുകയാണ്. അവൾക്ക് മഴ വന്നു കഴിഞ്ഞാൽ പിന്നെ ഓടണം, ചാടണം. എന്നെപ്പോലെ തന്നെ എൻ്റെ അതേ സ്വഭാവമാണ്. ഇങ്ങനെ സാമ്യം വരുന്നോ എന്തോ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്നത്തെ വ്ളോഗിൽ പ്രത്യേകിച്ച് ഒരു വ്ളോഗും മീൻസ് സ്പെഷ്യൽ വ്ളോഗൊന്നുമല്ല. ഇങ്ങനെ ഇരുന്നപ്പോൾ എടുക്കാൻ തോന്നി വ്ളോഗ്, നിങ്ങളോട് സംസാരിക്കാൻ തോന്നി. പ്രതീക്ഷിക്കുന്നതിൻ്റെ അപ്പുറം നമ്മുടെ വീഡിയോസ് എല്ലാവരിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. അതാണ് വലിയൊരു സന്തോഷം. കൂടുതലും ചെയ്യുന്ന വീഡിയോസ് സ്കിൻ കെയർ, റുട്ടീൻ, അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെയാണ്. അല്ലെങ്കിൽ പിന്നെ സാധാ ഡേ ഇൻ മൈ ലൈഫ്, ഓഫീസ് ഡേയ്സ് ഇൻ മൈ ലൈഫ്, നൈറ്റ് ഷിഫ്റ്റ് വ്ളോഗ്. എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് അറിയാം, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ അങ്ങനെ റിപ്പീറ്റ് അടിച്ച് വരുന്നത്. അല്ലെങ്കിൽ ഫുഡ് വ്ളോഗ്സ്, കുക്കിംഗ് വ്ളോഗ്സ്. ഞാനിങ്ങനെ വിചാരിക്കുകയായിരുന്നു എന്തെങ്കിലും സംഭവങ്ങൾ മാറ്റി പിടിച്ചാലോ എന്ന്. സോ ഐ നീഡ് some മാറ്റംസ്. ഐ നീഡ് മീൻസ് എൻ്റെ വ്ളോഗിൽ എന്തെങ്കിലുമൊക്കെ ഒരു പുതുമ വേണമെന്നൊരാഗ്രഹം. ആലോചിക്കുകയായിരുന്നു എന്ത് പുതുമ കൊണ്ടുവരാം. നിങ്ങളെന്താ വിചാരിക്കുന്നത്? ഷെയർ ചെയ്യോ? യൂട്യൂബർ എന്ന നിലയിൽ ഞാൻ ഈ യൂട്യൂബ് ലോകത്ത് പുതിയ ഒരാളാണ്. പലർക്കും എന്നെക്കുറിച്ച് അറിഞ്ഞുകൂടാ. അപ്പം നിങ്ങൾക്ക് എന്നെക്കുറിച്ച് അറിയണം എന്നുണ്ടോ? അങ്ങനെ വേണം എന്നുള്ളവർ കമൻറ്റ് ചെയ്യണം. പിന്നെ ഞാൻ ജോലി ചെയ്യുന്ന മീൻസ് ഏവിയേഷൻ ഫീൽഡിലാണ്. എയർപോർട്ട്, എയർലൈൻ, ഏവിയേഷൻ, അങ്ങനെ ഒരു ഫീൽഡിലാണ് ഞാൻ ജോലി ചെയ്യുന്നത്. അപ്പം അങ്ങനെ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയണോ? അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും കമൻറ്റ് ചെയ്യണം. ഞാൻ കമൻറ്റൊക്കെ നോക്കിയിട്ട് ഞാൻ അതിനനുസരിച്ച് വീഡിയോ ആക്കാം. പിന്നെ എൻ്റെ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ എനിക്ക് ചെയ്യണം എന്നുണ്ട്. ഐ വിൽ ഡു, ഡെഫിനറ്റ്ലി ഐ വിൽ ഡു, ബട്ട് ഐ നീഡ് സം മോർ ടൈം. അതിന് വേണ്ടി എനിക്ക് പ്രിപ്പയർ ആവാൻ. എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യണം ഞാൻ എങ്ങനത്തെ വീഡിയോസ് ഇടണം എന്നുള്ളത്. ഒരുപാട് പേര് കമൻറ്റ് ചെയ്യൊന്നുമില്ല എന്ന് എനിക്കറിയാം, കാരണം ഞാൻ വളർന്നു വരുന്ന യൂട്യൂബറാണല്ലോ. അത്യാവശ്യം എല്ലാവരിലേക്കും എത്താനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. ശ്രമം ഒരു ദിവസം വിജയിക്കും തീർച്ചയായിട്ടും. നമ്മുടെ ഭാഗത്ത് നമ്മൾ എന്തെങ്കിലും ഒരു ഫുഡ് സ്റ്റെപ്പ് നമ്മൾ വെച്ചാലല്ലേ എന്തെങ്കിലുമൊക്കെ ആയിത്തീരുള്ളൂ. അല്ലേ? ആണ്. പിന്നെ അയ്യോ, എൻ്റെ കൂടെയുള്ള ഒരാളിതോ അയ്യോ, അവരുടെ പ്രസക്ത ഭാഗമാണ് ഫ്രണ്ടിൽ കാണുന്നത്. എന്നെ ഇരുത്താൻ സമ്മതിക്കുന്നില്ല. ഭയങ്കര ജാടയാണ് ആൾക്ക്. അപ്പം നമ്മളെന്താ പറഞ്ഞു വന്നുകൊണ്ടിരുന്നത്? പിന്നെ എനിക്ക് പറയാനുള്ളത്, കുറേ പേര് നല്ല നല്ല ആൾക്കാർ, എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ എൻ്റെ ഈ വീഡിയോ കാണുവാണെങ്കിൽ നിങ്ങളെല്ലാവരോടും ഒരുപാട് താങ്ക് യു ഉണ്ട് കേട്ടോ. എനിക്കറിയാൻ മേലാത്ത കുറേ ചാനലുകാർ അവരെനിക്ക് മെസ്സേജ് ഇടും, എന്നെ സപ്പോർട്ട് ചെയ്യണം, കാണാറുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെയുള്ളവരൊക്കെ ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ മനസ്സ് വലിയ മനസ്സാണ്. നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സപ്പോർട്ട് ചെയ്താലല്ലേ നമ്മുടെ ചാനലുകൾ വളരുള്ളൂ, അല്ലേ? ഒരുപാട് സെലിബ്രിറ്റീസിൻ്റെ ചാനലുകളുള്ള നമ്മുടെ ഈ യൂട്യൂബ് വേൾഡിൽ നമ്മളെപ്പോലെയുള്ളവർ വളരാൻ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സപ്പോർട്ടിങ് മെൻറ്റാലിറ്റി വേണം, തീർച്ചയായിട്ടും വേണം. അപ്പോൾ നിങ്ങളുടെയൊക്കെ മെസ്സേജ് അയച്ച എല്ലാവരുടെ ചാനലും ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാണലും ഉണ്ട്, നിങ്ങളും കാണലുണ്ടല്ലോ തീർച്ചയായിട്ടും. കുറേ പേര് എനിക്കിഷ്ടമാണ് കേട്ടോ. ഞാൻ ഇങ്ങനെ ആലോചിക്കും, പല നാട്ടിലെ ആൾക്കാർ, പല ജില്ലകളിൽ താമസിക്കുന്ന ഞാൻ ഇന്നവരെ കണ്ടിട്ടില്ലാത്ത ആൾക്കാർ മെസ്സേജ് ഇടുന്നു, കമൻറ്റ് ചെയ്യുന്നു. അതൊക്കെ ഭയങ്കര സന്തോഷം തരുന്ന കാര്യം കേട്ടോ. ഞാനും തിരിച്ചങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. പിന്നെന്താ, ഇതൊക്കെ ഒരു ശരിക്കും എനിക്ക് ഈ വീഡിയോ പരസ്പരം പരിചയപ്പെടുന്ന ഒരു ഫീലിംഗാണ് തോന്നുന്നത്. എന്നെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ, ഇൻട്രൊഡക്ഷൻ ഒന്നും പറയാൻ പറ്റത്തില്ല, എന്തൊക്കെയോ ഇങ്ങനെ പറയുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നു. ബ്ലാ 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 ആണെന്നുണ്ടെങ്കിൽ അടിച്ചു വിട്ടോ കേട്ടോ.
പിന്നെന്താ, കൂടുതലും എൻ്റെ യൂട്യൂബ് ഷോർട്സാണ് കുറച്ച് റീച്ച് ആവുന്നത്. അത് വളരെ സത്യസന്ധമായ കാര്യമാണ്. ആകെ എൻ്റെ വീഡിയോസിൽ, ഫുൾ വീഡിയോസിൽ ഒരു വീഡിയോ, ചെമ്മീൻ ബേസ്ഡ് ഒരു വീഡിയോ മാത്രമേ 2.3K ആൾക്കാർ കണ്ടുള്ളൂ. നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടോ? അതായത് നമ്മുടെ യൂട്യൂബ് വീഡിയോസ് കുറച്ച് റീച്ച് ആവാൻ വേണ്ടി, ഷോർട്സ് പോലെ. ഷോർട്സ് ഞാൻ റീച്ച് ആവാൻ ഒന്നും ചെയ്തിട്ടില്ല. കുറേ വീഡിയോസ് അടുപ്പിച്ചിട്ടു, കുറേ വീഡിയോസ് ഇങ്ങനെ ഷോർട്സ്, കുഞ്ഞു കുഞ്ഞു ഷോർട്സുകൾ അടുപ്പിച്ചിട്ടുണ്ടിരുന്നു. മേ ബി അതായിരിക്കും കേട്ടോ. അങ്ങനെ ഞാനിപ്പം വീഡിയോസ്, ഫുൾ ലെങ്ത് വീഡിയോസ്, സമയത്തിൻ്റെ കുറച്ച് പ്രശ്നമുണ്ട്. ഷൂട്ട് ചെയ്യുന്നതിലും എഡിറ്റ് ചെയ്യുന്നതിലും ഒക്കെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. സമയം കിട്ടുന്നില്ല. അതുകൊണ്ട് ഫുൾ ലെങ്ത് വീഡിയോ ഞാൻ മാക്സിമം ഒന്നരാടം വീതം ഇടാറുണ്ട്. അല്ലെങ്കിൽ ഷോർട്സ് ഞാൻ എല്ലാ ദിവസവും ഇടാറുണ്ട്, യൂട്യൂബ് ഷോർട്സ്. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇനി നിങ്ങളുടെ വിശേഷം പറയൂ. എൻ്റെ ഈ വ്ലോഗെല്ലാം കണ്ടിട്ട്, ഞാൻ ഇത്രയും പറയുന്നത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല, ഇവിടം കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇതുവരെ എൻ്റെ വീഡിയോ സഹിച്ച എല്ലാവർക്കും നന്ദി, നമസ്കാരം.